വളരെ എളുപ്പത്തിൽ ചോറ് പൊതിക്കും ഉച്ചയ്ക്കത്തെ ഊണിനും ഒക്കെ വേണ്ടി ഒരു പയർ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് നീളൻ പയർ എന്ന് പറയുന്ന ഒരു പയർ വിഭാഗം ഉണ്ടല്ലോ, ആ നീളം പയർ ഇങ്ങോട്ടേക്ക് എടുക്കുക. 2 സവാള, ഒരു 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുക്കുക. കുനുകുനേ മുറിച്ച പയർ വേറൊരു പാത്രത്തിൽ വേവാനായിട്ട് വെക്കുക. ശകലം വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെക്കുക. ശേഷം ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞ 2 സവാള എടുത്തത് അരിഞ്ഞത് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരിയുക. അപ്പുറത്തെ സൈഡിൽ വേറൊരു പാത്രത്തിൽ അവിടെ പയർ വേവുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം വെന്ത പയർ വെള്ളമില്ലാതെ ഊറ്റിയെടുത്ത് ഈ വഴണ്ട സവാളയ്ക്കകത്തോട്ട് ഇടുക. വീണ്ടും അവയെ ഒന്നുകൂടെ യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കിയ ശേഷം രണ്ടും ഒരു ഏകദേശ പാകമായി എന്നറിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ചോറ് പാത്രത്തിലും ഉച്ചയ്ക്ക് ഊണിനും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് നീളം പയർ ഒരു പിടി എടുക്കുക. അത് കുനുകുനേ അരിയുക. തീരെ കുനുവാക്കണ്ട, ഒരിത്തിരി വലിപ്പത്തിൽ ഒരു വിരലിൻ്റെ കനത്തിൽ നമ്മൾ കുനുകുനേന്ന് അരിഞ്ഞെടുക്കുക. ഒപ്പം 2